തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്നാണ് ആറ്റിങ്ങൽ. വ്യത്യസ്തമെങ്കിലും വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളുള്ള ജനതയുടെ നാടായ ആറ്റിങ്ങലിൽ വികസന വിഷയത്തിലും അത് പ്രതിഫലിക്കുന്നുണ്ട്. ആറ്റിങ്ങലിലെ ആ വിശേഷങ്ങളിൽ മലയാളത്തിന്റെ നിത്യഹരിത നായകൻ പ്രേം നസീറിന്റെ ജന്മദേശമായ ചിറയിൻകീഴ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലമാണ് ആറ്റിങ്ങൽ. അതുകൊണ്ട് തന്നെയാകാം ആറ്റിങ്ങൽ മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങൾക്കും ആ നിത്യഹരിത ശോഭ കൈവന്നത്. രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഒരു MLA ആയി ഈ മണ്ഡലത്തിൽ ജനപ്രതിനിധിയായി എനിക്ക് വരാൻ സാധിച്ചത്. 5 വർഷം കൊണ്ട് 700 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഈ ഗവൺമെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വിവിധ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിച്ചു എന്നുള്ള അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഒരു നിമിഷമാണ് ഇപ്പോൾ. അടിസ്ഥാന വികസന സൗകര്യങ്ങളും ജനക്ഷേമകരങ്ങളായ ഒട്ടേറെ പദ്ധതികളും നടപ്പിലാക്കിയ മണ്ഡലത്തിൽ വിദ്യാഭ്യാസ മുന്നേറ്റത്തിനാണ് ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. 5 വർഷം കൊണ്ട് 700 കോടി രൂപയുടെ വികസന പ്രവർത്തനമാണ് ഈ നാട്ടിൽ നടപ്പിലാക്കുവാൻ സാധിച്ചത്. അതിൽ ഏറ്റവും വിദ്യാഭ്യാസ മേഖലയ്ക്കാണ് ഏറ്റവും കൂടുതൽ ഫണ്ട് ചെലവഴിക്കുവാൻ സാധിച്ചത്. കിഫ്ബി ഫണ്ടും പൊതുവിദ്യാഭ്യാസ ഫണ്ടും MLAയുടെ ബഡ്ജറ്റ് ഫണ്ടും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് മൊത്തം നമുക്ക് ഈ 5 വർഷം കൊണ്ട് 28 സ്കൂളുകൾക്ക് പുതിയ മന്ദിരം ചെയ്യുവാൻ സാധിച്ചു. അതിനായി 47.36 കോടി രൂപയാണ് നമുക്ക് ചിലവഴിക്കുവാൻ സാധിച്ചത്. ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് 63 കോടി രൂപ ചിലവഴിക്കുവാൻ സാധിച്ചു. അതിൽ ആറ്റിങ്ങൽ ആറ്റിങ്ങൽ കോളേജിന് 10.5 കോടി രൂപയും ഗവൺമെൻറ് പോളിക്ക് 8 കോടി രൂപയും ഗവൺമെൻറ് ITക്ക് 1 കോടി രൂപയുമാണ് നമുക്ക് വിദ്യാഭ്യാസ മേഖലയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുള്ളത്. വിവിധ വിദ്യാലയങ്ങളുടെ ഉന്നമനത്തിനായി 30 കോടിയിലേറെ രൂപയാണ് ഇവിടെ വിനിയോഗിച്ചിരിക്കുന്നത്. പാളയംകുന്ന് GHSSന്റെ നവീകരണത്തിനായി 3 കോടി രൂപ അനുവദിച്ചപ്പോൾ ആറ്റിങ്ങൽ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിനായി നൽകിയത് 5 കോടി രൂപയാണ്. ആറ്റിങ്ങൽ ഗവൺമെന്റ് കോളേജിനായും 5 കോടി രൂപ അനുവദിച്ചു. 28 പുതിയ സ്കൂളുകൾ അന്താരാഷ്ട്ര നിലവാരം എന്താണോ എന്നുള്ളത് സാധ്യമാക്കുന്ന രീതിയിൽ കുട്ടികൾക്ക് പഠിക്കുന്നതിനുള്ള ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുവാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ള അഭിമാനത്തിൽ നിൽക്കുന്ന നിമിഷമാണ്. ഭിന്നശേഷി കുട്ടികൾക്കായി ഓട്ടിസം പാർക്കിന് 1 കോടി രൂപ കൊടുത്തിട്ടുണ്ട് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ. അത് കഴിഞ്ഞ് 4 സ്കൂളുകൾക്ക് ആറ്റിങ്ങൽ ഗേൾസ് ഹൈ സ്കൂളിനും പാപ്പാല സ്കൂളിനും രാമച്ചമ്പള സ്കൂളിനും മേലാറ്റിങ്ങൽ സ്കൂളിനും ഇപ്പോൾ പുതിയ ബസ്സുകൾ ഈ 5 വർഷത്തിനകത്ത് കൊടുക്കുവാൻ സാധിച്ചു എന്നുള്ള അഭിമാനത്തിൽ നിൽക്കുകയാണ്. നാവായിക്കുളം GHSS, കിളിമാനൂർ GHSS, ആറ്റിങ്ങൽ ഡയറ്റ് സ്കൂൾ, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എന്നിവയ്ക്കും പ്രാധാന്യം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ മുന്നേറ്റ പാതയിൽ മണ്ഡലം വിസ്മയകരമായ ചുവടുവയ്പ് നടത്തിയത്. കുടിവെള്ള പദ്ധതികൾ ആവിഷ്കരിച്ച് ജനങ്ങളുടെ ദാഹമകറ്റാനും ആതുര രംഗത്തിന് തിളക്കമാർന്ന പദ്ധതികൾ രൂപീകരിച്ച് ആയിരങ്ങൾക്ക് ആശ്വാസമാകുവാനും മണ്ഡലം MLA OS അംബിക ശ്രദ്ധയൂന്നിയപ്പോൾ വികസനത്തിന്റെ വേലിയേറ്റങ്ങൾക്കും നാട് സാക്ഷ്യം വഹിച്ചു. ഈ മണ്ഡലത്തിലാകമാനം ജലവിതരണം ഉറപ്പാക്കുവാൻ സാധിച്ചിട്ടുണ്ട്. മൊത്തം 5 വർഷം കൊണ്ട് 254.530 കോടിയുടെ വികസന പ്രവർത്തനം നാട്ടിൽ നടപ്പിലാക്കിയിട്ടുണ്ട്. അതിൽ നഗരൂർ കിളിമാനൂർ പുളിമാത്ത് പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 187 കോടി രൂപ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ള പദ്ധതി സാധ്യമാക്കുവാൻ 26 ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് പോലെ എല്ലാ ജനവിഭാഗങ്ങൾക്കും കുടിവെള്ളം എത്തിക്കുക എന്ന ആ മഹത്തായ ആശയം നടപ്പിലാക്കുവാൻ നമുക്ക് സാധിച്ചു. പിന്നെ ജലജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എല്ലാ വീടുകൾക്കും ഹൗസ് കണക്ഷൻ കൊടുക്കുവാൻ ഈ കാലയളവിൽ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളുടെ മുന്നിൽ ഞാനിപ്പോൾ പറയുകയാണ്. ഗതാഗത സംവിധാനങ്ങൾ സുഗമമാക്കുകയെന്ന ലക്ഷ്യത്തോടെ റോഡുകളുടെയും പാലങ്ങളുടെയും നവീകരണം നടപ്പാക്കാനും സാധിച്ചുവെന്നതും
പ്രത്യേകം ശ്രദ്ധയർഹിക്കുന്നു. നമ്മുടെ മണ്ഡലത്തിൽ 63.78 കോടി രൂപയുടെ പാലങ്ങളാണ് നമുക്ക് 5 വർഷം കൊണ്ട് ചെയ്യാൻ സാധിച്ചത്. അതിൽ 5 തെങ്ങും വക്കം കായിക്കര കടവ് പാലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 2 പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിഫ്ബി ഫണ്ടാണ് 23 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രവൃത്തി ഇപ്പം നമുക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഒരു വാഹനം മാത്രം കടന്നുപോയിക്കൊണ്ടിരുന്ന ഒരു മേഖലയാണ് ചെറുകാരം പാലം. ഇപ്പോൾ 2 ബസ്സുകൾ ഒരേ സമയം സഞ്ചരിക്കുവാൻ വേണ്ടിയിട്ടുള്ള ആ 4 കോടി രൂപ അത് അനുവദിച്ചുകൊണ്ട് അതിൻ്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട റിയാസ് മിനിസ്റ്റർ നിർവഹിച്ചു. അത് കഴിഞ്ഞ് ഒറ്റൂർ പാലം അതിൻ്റെ പൂർണ്ണതയിലെത്തി. കിളിമാനൂർ കൊച്ചുപാലം അതിൻ്റെ പൂർണ്ണതയിലെത്തി. നമ്മുടെ വയ്യാറ്റിങ്കര പാലം അതിൻ്റെ പൂർണ്ണതയിലെത്തി. അങ്ങനെ നമുക്ക് 6ഓളം പാലങ്ങൾ, അടുത്ത ഒരു പാലം നമുക്ക് സ്വപ്നം സാക്ഷാത്കരിക്കുന്നത് വെള്ളിയാഴ്ചക്കാവ് പാലമാണ്. അതിന് 1,80,00,000 രൂപ അനുവദിച്ചുകൊണ്ട് അതിൻ്റെയും നിർമ്മാണം നടത്താൻ പോകുന്ന ഒരു ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. കിഫ്ബി ഫണ്ടും അതുപോലെ തന്നെ PWD ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ഡലത്തിലെ എല്ലാ റോഡുകളും, PWD റോഡുകൾ ഇനി ഒന്നുപോലുമില്ല ഈ മണ്ഡലത്തിൽ ചെയ്യുവാൻ. കാരണം നമുക്ക് ആ രീതിയിൽ BMBC നിലവാരത്തിൽ ആധുനിക രീതിയിലുള്ള റോഡുകളൊക്കെ സജ്ജീകരിച്ചു. ഇപ്പോൾ അടുത്ത കാലത്ത് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ് കുളമുട്ട റോഡ്. 4,80,00,000 രൂപ ഉപയോഗിച്ചുകൊണ്ടാണ് അതിൻ്റെ പദ്ധതി നടന്നത്. NHുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ആറ്റിങ്ങൽ മാമ മുതൽ അതുപോലെ തന്നെ മണമ്പൂർ വരെയുള്ള പ്രദേശം നമ്മുടേതാണ്. അവിടെ കോടിക്കണക്കിന് രൂപ സർക്കാർ കൊടുത്തുകൊണ്ട് അതും ഇപ്പോൾ 26 ആകുമ്പോൾ അതിൻ്റെ പൂർണ്ണതയിൽ എത്തി നിൽക്കാൻ പോകുന്ന ഒരു സാഹചര്യമാണ്. കിളിമാനൂർ ബൈപ്പാസ് വളരെ കാലങ്ങൾക്ക് മുമ്പ് ജനങ്ങളുടെ സ്വപ്നമായിരുന്നു ബൈപ്പാസ്. ഇപ്പോൾ അതിനും ബഹുമാനപ്പെട്ട മന്ത്രി ബഡ്ജറ്റ് അവതരിപ്പിച്ചപ്പോൾ ബൈപ്പാസിന് വേണ്ടി പൈസ വച്ചിട്ടുണ്ട്. നമ്മുടെ ആരോഗ്യ മേഖലയിൽ ഒട്ടേറെ മാറ്റങ്ങൾ നടത്തിയ ഒരു മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത്. 30.30 കോടി വികസന പ്രവർത്തനമാണ് ഈ 5 വർഷം കൊണ്ട് നമുക്ക് നടപ്പിലാക്കുവാൻ സാധിച്ചത്. അതായത് നമ്മൾ ആദ്യം വലിയകുന്ന് ആശുപത്രി എടുത്ത് നോക്കണം. ഏറ്റവും ഒരേ സമയം 28 പേർക്ക് ഡയാലിസ് ചെയ്യുന്ന സംവിധാനം. അവിടെ മെറ്റേണിറ്റി വാർഡിൻ്റെ പ്രവർത്തനം ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു. അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു. OP ബ്ലോക്കിൻ്റെ പണി പൂർണ്ണതയിലെത്തി നിൽക്കുന്നു. ചുറ്റുമതിലിന് വേണ്ടി 1.5 കോടി, മോർച്ചറിക്കും ചുറ്റുമതിലിന് വേണ്ടി 1.5 കോടി രൂപ കൊടുത്തുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഈ വർഷത്തെ ബഡ്ജറ്റിൽ 75 ലക്ഷം രൂപ കൊടുത്തുകൊണ്ട് മാലിന്യ സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കുവാൻ വേണ്ടിയുള്ള പൈസ ബഡ്ജറ്റ് ഉൾപ്പെടുത്തി അതിൻ്റെ പണി ചെയ്യാൻ പോകുന്ന അവസരമാണ്. നമുക്ക് 3 RHCകളാണ് ഈ മണ്ഡലത്തിലുള്ളത്. അതായത് കേശവപുരം ആശുപത്രിയും അതുപോലെ തന്നെ മണമ്പൂർ ആശുപത്രിയും വക്കം RHCയുമാണ് നമ്മുടെ ആ രീതിയിൽ വരുന്ന ആശുപത്രികൾ. ആ ആശുപത്രിക്ക് വേണ്ടി, വക്കം ആശുപത്രിക്ക് വേണ്ടി ഇപ്പോൾ 3 കോടി രൂപ കൊടുത്തുകൊണ്ട് പുതിയ കെട്ടിട നിർമ്മാണം അതിൻ്റെ പൂർണ്ണതയിലെത്താൻ പോവുകയാണ്. അത് കഴിഞ്ഞ് കണമ്പൂർ ആശുപത്രി എന്ന് പറയുന്നത് റിംഗ് റോഡുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ആശുപത്രി ഇല്ലാതാകുമെന്ന് ജനങ്ങൾക്കൊരു ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആരോഗ്യമന്ത്രിയും ഫിനാൻസ് മിനിസ്റ്ററുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളിൽ 2,11,00,000 രൂപ ഭൂമി വാങ്ങുവാൻ ഗവൺമെൻറ് നമുക്ക് അനുവദിക്കുകയും 6 കോടി രൂപ ആധുനിക രീതികൾ സജ്ജീകരിച്ചുകൊണ്ട് ആ ഒരു പുതിയ കാലഘട്ടത്തിലുള്ള മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് ആ ആശുപത്രിയെ അതിൻ്റെ നിർമ്മാണം ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ മണമ്പൂർ ആശുപത്രി ഇപ്പോൾ 4 കോടി രൂപ കൊടുത്തുകൊണ്ട് ആ ആശുപത്രിക്ക് വേണ്ടി പുതിയ സംവിധാനങ്ങൾ ഒരുക്കി ഗവൺമെൻറ് മുന്നോട്ട് പോവുകയാണ്. പണ്ട് 8 മണിക്കൂർ പ്രവർത്തിക്കുന്നു എങ്കിൽ ഇപ്പോൾ 24 മണിക്കൂർ പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളായി നമ്മുടെ ആശുപത്രികൾ മാറിയിട്ടുണ്ട്. നമ്മുടെ നാട് ആരോഗ്യ മേഖലത്ത് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ തന്നെ ഇത്തരം ഈ ഒട്ടേറെ കോടി രൂപ ചിലവഴിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. പാവങ്ങളെ സഹായിക്കുന്ന ആതുരാലയങ്ങളായി നമ്മുടെ പ്രദേശവും നമ്മുടെ ഗവൺമെൻറ് മണ്ഡലങ്ങളെല്ലാം സാധിച്ചിട്ടുണ്ടെന്നുള്ള അഭിമാനത്തിൽ നിൽക്കുന്ന ഒരു നിമിഷമാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. കായിക മേഖലയിൽ നമ്മുടെ ഇപ്പോഴേ തന്നെ ചെറിയ കുട്ടികളെ കായികപരമായും കലാപരമായും വാർത്തെടുക്കുക, വിദ്യാഭ്യാസത്തോടൊപ്പം ആ രീതിയിൽ മാറ്റിയെടുക്കാൻ വേണ്ട സംവിധാനം ഒരുക്കി എല്ലാ പഞ്ചായത്തുകളിലും കളിക്കളങ്ങൾ സ്ഥാപിക്കുവാൻ ഗവൺമെൻറ് നിർദ്ദേശമുണ്ട്. സംസ്ഥാനത്ത് 7 സ്റ്റേഡിയങ്ങളിലുള്ളതിൽ അതിൽ 3ാം സ്ഥാനമാണ് ആറ്റിങ്ങൽ ശ്രീപാദത്തിനുള്ളത്. 9.5 കോടി കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് അവിടെ സിന്തറ്റിക് ട്രാക്ക് നിർമ്മിക്കാൻ സാധിച്ചത്. ഒറ്റൂര് നമ്മൾ അത്തരത്തിൽ ഒരു സ്റ്റേഡിയം നമുക്ക് 1 കോടി രൂപ കൊടുത്തുകൊണ്ട് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിക്കുവാൻ നമുക്ക് സാധിച്ചു.
ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നവകേരള സദസ്സുമായി ആറ്റിങ്ങൽ വന്നപ്പോൾ ജനങ്ങൾ കിളിമാനൂർക്കാരുടെ ഒരു അഭിലാഷമായിരുന്നു MCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ മേഖലയിലുള്ള കുട്ടികൾക്ക് കായികമായി വളർത്തി വരുന്നതിനുള്ള സാഹചര്യം ഒരുക്കണമെന്ന നിർദ്ദേശം അവിടെ പഴയകുന്നേൽ പഞ്ചായത്ത് വയ്ക്കുകയും മുഖ്യമന്ത്രിയുടെ 7 കോടി രൂപ അവിടെ സ്റ്റേഡിയവും ഷോപ്പിംഗ് കോംപ്ലക്സ് ചെയ്യുവാൻ വേണ്ടിയുള്ള AS ആയി നിൽക്കുകയാണ്. അതും തറക്കല്ലിടാൻ വേണ്ടി പോകുന്ന സംവിധാനമാണ്. കിളിമാനൂർ KSRTCക്ക് 1 കോടി രൂപ കൊടുത്തുകൊണ്ട് എൻ്റെ യാർഡ് നിർമ്മാണം ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അവിടെ ജനകീയമായി പമ്പ്, അതായത് വെളിയിലുള്ള ആളുകൾക്കും പെട്രോൾ ഡീസൽ അടിക്കുന്നതിനുള്ള സംവിധാനം ഒരുക്കി മുന്നോട്ട് പോകുന്നു. അത് കഴിഞ്ഞ് ഡ്രൈവിംഗ് സ്കൂൾ നമുക്ക് ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ആറ്റിങ്ങൽ KSRTCയിൽ 10.5 കോടി രൂപ ഉപയോഗിച്ചുകൊണ്ട് പുതിയ ടെർമിനൽ നിർമ്മിക്കുവാൻ പോകാൻ AS ആയിട്ടുണ്ട്. അതിൻ്റെയും പണി ആരംഭിക്കുകയാണ്. മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുമ്പോൾ പാവങ്ങളും കർഷക തൊഴിലാളികളും ഉന്നതികൾ ഒരുപാടുള്ള മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലം എന്ന് പറയുന്നത്. പാവങ്ങളെ അത്തരത്തിൽ സഹായിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് 7 ഉന്നതികൾക്ക് ഓരോ കോടി രൂപ വെച്ചുകൊണ്ടും അവരെ സംരക്ഷിക്കുവാൻ വേണ്ടി അവർക്ക് റോഡും പാലങ്ങളും അതുപോലെ തന്നെ കുടിവെള്ളം എത്തിക്കുവാൻ 7 ഉന്നതികൾക്ക് 7 കോടി രൂപ തന്നുകൊണ്ട് അത് നിർമ്മാണത്തിൽ നിൽക്കുകയാണ്. ആറ്റിങ്ങലിൽ കരവാരം ഉന്നതിക്ക് 1 കോടി രൂപ നമ്മളിപ്പോൾ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ചൂട്ടേൽ കോളനിക്ക് നമ്മൾ 1 കോടി രൂപ കൊടുത്ത്, മണമ്പൂർ കടമ്പ്രവാരം കോളനിക്ക് 1 കോടി രൂപ കൊടുത്തു. അങ്ങനെ 7ഓളം കോളനികൾ അത്തരത്തിൽ നമുക്ക് മാറ്റം വരുത്തി അവരെയും നമ്മൾ അത്തരത്തിൽ നമ്മൾ പാർശ്വവൽക്കരിക്കപ്പെടുന്ന പാവങ്ങളായ ആളുകളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ ഈ ഗവൺമെൻറ്റിനോടൊപ്പം 5 വർഷം നിന്നു എന്നുള്ള വിമാനത്തിൽ നിൽക്കുന്ന നിമിഷമാണ്. എൻ്റെ MLA എന്നുള്ള നിലയ്ക്ക് ഈ ഉന്നതി കൂടുതലുള്ള മണ്ഡലമായതുകൊണ്ട് ആസ്തി വികസന ഫണ്ട് ഈ പാവപ്പെട്ട ഉന്നതികളായുള്ള ആളുകൾക്ക് ആ രീതിയിൽ റോഡും കുടിവെള്ളവും ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുടിവെള്ളം എത്താത്ത സ്ഥലങ്ങൾ വല്ല മലമുകളിൽ ഇരിക്കുന്ന കുടുംബങ്ങളിൽ പോലും ഈ 5 വർഷം കൊണ്ട് ഗ്രൗണ്ട് വാട്ടറുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ വീടുകളിൽ വെള്ളം എത്തിക്കുവാൻ സാധിച്ചു എന്നൊരു അഭിമാനത്തോട് നിൽക്കുന്ന നിമിഷമാണ്. നാടിന്റെ സമസ്ത മേഖലയിലും വികസനത്തിന്റെ കയ്യൊപ്പ് ചാർത്തിയാണ് ആറ്റിങ്ങൽ അനുസ്യൂതം മുന്നേറ്റം തുടരുന്നത്. അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ ആറ്റിങ്ങൽ മറ്റ് മണ്ഡലങ്ങൾക്കാകെ മാതൃകയായി മാറുകയാണ്. വികസന വഴിയിൽ ഇനിയും ഒട്ടേറെ നാഴികക്കല്ലുകൾ ഉയർത്തുമെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ. അഭിമാനകരമായ നേട്ടങ്ങളിലൂടെ ആറ്റിങ്ങൽ മറ്റ് മണ്ഡലങ്ങൾക്കാകെ മാതൃകയായി മാറുകയാണ്. വികസന വഴികൾ ഇനിയും ഒട്ടേറെ നാഴികക്കല്ലുകൾ ഉയർത്തുമെന്ന വ്യക്തമായ ലക്ഷ്യത്തോടെ. തിരുവനന്തപുരം ജില്ലയിലെ ഒരു പ്രധാന വ്യാപാര കേന്ദ്രമായി ഉയരുന്ന പ്രദേശമാണ് നെടുമങ്ങാട്. റബ്ബർ, കുരുമുളക് പോലെയുള്ള മലഞ്ചരക്ക് വ്യാപാരത്തിൻ്റെ കേന്ദ്രമായ നെടുമങ്ങാട് പച്ചക്കറി വിപണന രംഗത്തും കൈമുദ്ര ചാർത്തുമ്പോൾ ഇന്ന് നെടുമങ്ങാടിൻ്റെ നേർക്കാഴ്ചകളിൽ $1500 കോടിയിലേറെ രൂപയുടെ വികസനം വിവിധ മേഖലകളിൽ ചെലവഴിച്ചുകൊണ്ടാണ് നെടുമങ്ങാട് വികസനങ്ങളുടെ നേർക്കാഴ്ചയാകുന്നത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ ആധുനികവൽക്കരണവും ജനക്ഷേമവും എന്ന ആപ്തവാക്യത്തെ മുൻനിർത്തിയാണ് മണ്ഡലത്തിൽ വികസന പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുന്നത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങളാണ് ഇക്കാലത്തിനിടയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് കാലത്ത് നടപ്പിലാക്കിയ അടിസ്ഥാന
സൗകര്യങ്ങളുടെ മെച്ചപ്പെടുത്തൽ, പൊതുമരാമത്ത് മേഖലയിലെ മാറ്റം, അത് സമഗ്രമായ മാറ്റത്തിന് വിധേയമായത് കിഫ്ബിയിലെ പദ്ധതിയിലൂടെയാണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഇന്നിപ്പോൾ 1,10,000 കോടിക്ക് പുറത്ത് രൂപയ്ക്ക് കേരളത്തിൽ സ്കൂൾ കെട്ടിടങ്ങൾ, ആശുപത്രി കെട്ടിടങ്ങൾ, റോഡുകൾ, പാലങ്ങൾ ഇങ്ങനെയുള്ള വലിയ മാറ്റങ്ങൾക്ക് കിഫ്ബിയുടെ ഭാഗമായി കേരളം മാറിയെന്നതാണ്. ആയിരം കോടി രൂപ ചെലവഴിച്ച് യാഥാർത്ഥ്യമാക്കുന്ന വഴയില നെടുമങ്ങാട് 4-വരി പാതയുടെ ആദ്യഘട്ടം പൂർത്തിയായി കഴിഞ്ഞു. രണ്ടാം ഘട്ടത്തിന്റെ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിന് സമർപ്പിക്കുവാനാണ് ലക്ഷ്യമിടുന്നത്. ഇതിന്റെ ഭാഗമായി കാരക്കുളം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണവും പുരോഗമിക്കുകയാണ്. കാരക്കുളം വാളിക്കോട് പാലമാണ് വികസന പദ്ധതിയിലെ മറ്റൊരു നാഴികക്കല്ല്. പഴയ വാളിക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിനായി 6 കോടി രൂപയാണ് വകയിരുത്തിയിരിക്കുന്നത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തെ സംബന്ധിച്ച് പരിശോധിക്കപ്പെടുമ്പോൾ നെടുമങ്ങാട് തന്നെ നടപ്പിലാക്കിയ ഏറ്റവും വലിയ വമ്പൻ പദ്ധതിയാണ് നെടുമങ്ങാട് നഗരവും നെടുമങ്ങാടും തിരുവനന്തപുരവും തമ്മിൽ ചേരുന്ന വഴയില പഴകുറ്റി വരെയുള്ള ഏകദേശം 12 കിലോമീറ്റർ ദൂരം വരുന്ന 4-വരി പാതയുടെ പ്രവർത്തനം. 1300 കോടി രൂപ ആ പ്രവൃത്തിയുടെ ഭാഗമായി കിഫ്ബിയാണ് അത് ചെലവഴിക്കുന്നത്. നെടുമങ്ങാടത്തെ ഏറ്റവും വലിയ പദ്ധതിയാണ്. അതിപ്പോൾ ഏകദേശം വഴയില മുതൽ കരോടം വരെ 1.5 കിലോമീറ്റർ ദൂരം ആ പണി പകുതിയോളം ആയിക്കഴിഞ്ഞു. ആ പണി നടന്ന സ്ഥലത്താണ് ഇപ്പോൾ വാഹനങ്ങൾ സഞ്ചരിക്കുന്നത്. 1300 കോടി രൂപയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പദ്ധതിയാണ് കിഫ്ബിയുടെ. കാർഷിക മേഖലയുടെ ഉന്നമനത്തിനായി ഇടനിലക്കാരില്ലാതെ ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുവാൻ കഴിയുന്ന പദ്ധതിക്ക് രൂപം നൽകിയിട്ടുണ്ട്. കൂടാതെ നെടുമങ്ങാട് മാർക്കറ്റ് നവീകരണത്തിനായി 27 കോടി രൂപ അനുവദിച്ചു. നെടുമങ്ങാട് താലൂക്കിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മാർക്കറ്റ് നെടുമങ്ങാട് മാർക്കറ്റ്. ആ നെടുമങ്ങാട് മാർക്കറ്റ് ഇന്നത്തെ ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടി കിഫ്ബിയാണ് 30 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് അതിൻ്റെ നിർമ്മാണങ്ങൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. കേരളത്തിലെ തന്നെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സഹകരണ സംഘത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഊരാളുകളാണ് ആ പ്രവൃത്തി ഏറ്റെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വിദ്യാഭ്യാസ രംഗത്തിന്റെ മുന്നേറ്റം സ്വപ്നം കണ്ട് ഒട്ടേറെ വിദ്യാലയങ്ങൾക്ക് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുവാൻ കഴിഞ്ഞതും എടുത്തു പറയേണ്ട നേട്ടങ്ങളിലൊന്നാണ്. മറ്റൊന്ന്, നമുക്കെല്ലാം അറിയാവുന്ന പോലെ കേരളത്തിലെ ഒട്ടനവധി സ്കൂളുകൾ കെട്ടിടങ്ങൾ കിഫ്ബിയാണ് ചെയ്തത്. നെടുമങ്ങാട് നിയോജക മണ്ഡലത്തിൽ മാത്രം 9 സ്കൂളുകളിൽ 9 സ്കൂളുകളിൽ 18 കോടി രൂപ സ്കൂളുകളുടെ കെട്ടിടങ്ങളുടെ പുതിയ കെട്ടിടങ്ങൾക്കും ക്ലാസുകൾ നവീകരിക്കുന്നതിൻ്റെ ഭാഗമായി ചെലവഴിച്ചിട്ടുണ്ട്. മറ്റൊന്ന് ഗവൺമെൻറ് കോളേജ്. നെടുമങ്ങാട് താലൂക്കിലെ ഒരു പ്രധാനപ്പെട്ട കോളേജാണ് നെടുമങ്ങാട് ഗവൺമെൻറ് കോളേജ്. ഗവൺമെൻറ് കോളേജിൽ ലേഡീസ് ഹോസ്റ്റലിന് അനുബന്ധിച്ചുള്ളൊരു കെട്ടിടത്തിന് 7 കോടി രൂപ കിഫ്ബി. തോന്നയ്ക്കൽ, ഈ മണ്ഡലത്തിൻ്റെ ഭാഗമായിട്ടുള്ള തോന്നയ്ക്കലുള്ള ഒരു സ്കൂൾ നവീകരിക്കുന്നതിന് വേണ്ടി അതിൻ്റെ പുതിയ കെട്ടിടം 16 കോടി രൂപയാണ് കിഫ്ബി നൽകിയത്. നെടുമങ്ങാട് ജില്ലാ ആശുപത്രിയെ ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ ഉൾപ്പെടുത്തി സൂപ്പർ സ്പെഷ്യാലിറ്റി ആശുപത്രിയാക്കി ഉയർത്തുവാനുള്ള നൂതന പദ്ധതിയും തയ്യാറാകുന്നുണ്ട്. നെടുമങ്ങാട് തന്നെ പ്രധാനപ്പെട്ട റോഡാണ് നമുക്കറിയാവുന്ന പോലെ നെടുമങ്ങാട് നിന്ന് മംഗലാപുരം വെമ്പായം വഴിയുള്ള മംഗലാപുരം റോഡ്. ആ റോഡിൻ്റെ ഒരു റീച്ച് പൂർത്തിയായി, ഒരു റീച്ചിൻ്റെ പണി ഏകദേശം 90% പൂർത്തിയായി. അപ്പോൾ അതിലേക്കും വേണ്ടി 237 കോടി രൂപയാണ് പഴകുറ്റി മംഗലാപുരം റോഡിന് വേണ്ടി കിഫ്ബിയാണ് അത് 237 കോടി രൂപ ചെലവഴിക്കുന്നതിനകത്ത്.
മറ്റൊന്ന് നെടുമങ്ങാട് തന്നെ ആരംഭിക്കപ്പെടുന്ന അരുവിക്കരയ്ക്കുള്ള റോഡ്, നെടുമങ്ങാട് അരുവിക്കര മുടലമൂട് റോഡ് 103 കോടി രൂപ അതിൻ്റെ പണം മാറ്റിവെച്ചിട്ടുണ്ട്. അതും നിർമ്മാണം ആരംഭിക്കാൻ പോവുകയാണ്. അതും കിബിയാണ്. ഈ മണ്ഡലത്തിൽ തന്നെ ഉള്ള 2 പ്രധാനപ്പെട്ട റെയിൽവേ പാലങ്ങൾക്ക്, അതിലൊന്ന് കണിയാപുരത്തും ഒന്ന് വെട്ട് റോഡിലും ആയിട്ടുള്ള, ഒരിടത്ത് 48 കോടി രൂപയും ഒരിടത്ത് 54 കോടി രൂപയും കിബിയാണ് അതിൻ്റെ ഭാഗമായിട്ടുള്ളത്. സാധാരണ കേരളത്തിലെ നമ്മുടെ റെയിൽവേ പാലങ്ങളുമായി ബന്ധപ്പെട്ട റെയിൽവേ ആണ് ചെലവഴിക്കുന്നത്. പക്ഷേ ഇതൊക്കെ കാത്തിരുന്നാൽ ഒരുപാട് കാലം നമുക്ക് നഷ്ടപ്പെടും. ഇതിലെല്ലാം വലിയ സമഗ്രമായ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞത് കിബി പദ്ധതിയിലൂടെയാണ്. ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ 1800-ലേറെ പാവപ്പെട്ട ജനങ്ങൾക്ക് വീട് നൽകി സുരക്ഷിത ഭവനമെന്ന അവരുടെ സ്വപ്നം സാക്ഷാത്കരിക്കുവാനും കഴിഞ്ഞു. കല്ലമ്പാറയിൽ ആധുനിക അറവശാല നിർമ്മിക്കുവാനും പദ്ധതിയുണ്ട്. ആധുനിക സംവിധാനങ്ങളോടെ പൊതുശ്മശാനം, ശാന്തി തീരത്തിന് രൂപം നൽകുവാനും സാധിച്ചു. കേരളത്തിൽ 1,10,000 കോടി രൂപയുടെ സമാനമായ പ്രവർത്തനം നടക്കും. അതിനോടൊപ്പമുള്ള പ്രവൃത്തിയാണ് നെടുമങ്ങാട് മണ്ഡലത്തിൽ നമ്മുടെ കൂടി മന്ത്രിയായ ശ്രീ GR അനിലിൻ്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ GRൻ്റെ നേതൃത്വത്തിൽ കിബിയുടെ ഭാഗമായി ഇതെല്ലാം നടപ്പിലാക്കുന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. സാധാരണക്കാരന്റെ ജീവിത നിലവാരം ഉയർത്തുവാൻ കഴിയുന്ന നിരവധി പദ്ധതികൾ യാഥാർത്ഥ്യമാകുന്ന കാഴ്ചകൾക്കാണ് നെടുമങ്ങാട് സാക്ഷ്യം വഹിക്കുന്നത്. പ്രദേശത്തിന്റെ പെരുമ ഉയർത്തിക്കൊണ്ട്, നേരിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ നെടുമങ്ങാട് ജനക്ഷേമകരങ്ങളായ പദ്ധതികൾ പ്രാവർത്തികമാക്കുകയാണ്. ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ടെന്ന ചിന്തകളോടെ. നേരിനൊപ്പം സഞ്ചരിച്ചുകൊണ്ട് തന്നെ നെടുമങ്ങാട് ജനക്ഷേമകരങ്ങളായ പദ്ധതികൾ പ്രാവർത്തികമാക്കുകയാണ്. ഇനിയും ഒട്ടേറെ മുന്നേറാനുണ്ടെന്ന ചിന്തകളോടെ.